ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും കീമിൻ്റെ ഒക്കെ എൻട്രൻസ് കഴിഞ്ഞിട്ട് എൻജിനീയറിംഗ് ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? അപ്പം നമ്മൾ എൻജിനീയറിംഗ് എടുക്കുമ്പോഴത്തേനും നിങ്ങൾ സിവിൽ എൻജിനീയറിംഗ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സിവിൽ എൻജിനീയറിംഗ് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ലേണിനോയുടെ ഈ സിവിൽ എൻജിനീയറിംഗിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നിങ്ങൾ സിവിൽ എൻജിനീയറിംഗ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അപ്പം നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ സമൂഹത്തിന് കൊടുക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അല്ലേ? അപ്പോൾ ഒരു സിവിൽ എൻജിനീയറിംഗ് ചൂസ് ചെയ്യുമ്പം നമുക്കൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സമൂഹത്തിന് ഒരു പ്രത്യേക രീതിയിൽ ബിൽഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് സിവിൽ എൻജിനീയറിംഗിൽ മെയിൻലി എന്തൊക്കെയാണ് വരുന്നത്? ഡിസൈൻ, കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ് ആണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് അതിന് വേണ്ട കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക, അതിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ വരും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക. പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജാണ് വരുന്നത്. ഓക്കെ, കൺസ്ട്രക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിന് മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരും അല്ലേ? ഫ്രീക്വൻറ്റ് മെയിൻ്റെനൻസ്, പെയിൻറ്റിങ് പോലുള്ള ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രക്ചറൽ കമ്പോണൻസിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? വലിയ വലിയ ടോൾ ബിൽഡിങ്സ് അല്ലേ, സ്കൈ സ്കാപ്പേഴ്സ്, അല്ലെങ്കിൽ എന്താ നല്ല ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കുകൾ. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ ഒരു കാലയളവിൽ സസ്റ്റൈനബിൾ എനർജി സിസ്റ്റംസ് എന്നുള്ളതൂടെ ഇതിൽ എന്തായിട്ടുണ്ട്? ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, സസ്റ്റൈനബിൾ എനർജി സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ നിർമ്മിക്കുക. ഓക്കെ, നമ്മൾ ഒത്തിരി ഗ്രീനറി ഒക്കെ കൂട്ടി അല്ലെങ്കിൽ മാക്സിമം സൺലൈറ്റിൻ്റെ ഒരു എന്താണ് എഫക്റ്റ് നമ്മൾ ബിൽഡിങ്ങിൽ വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ പഠിക്കേണ്ടി വരും? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കേണ്ടി വരും. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 2 പേപ്പറായിട്ട് കാണും. സോം എന്നൊക്കെ പറയും. ഓക്കെ, അത് നിങ്ങൾക്കും മെക്കാനിക്കലിനും കോമൺ ആണ്. പിന്നെന്താണ്? മെക്കാനിക്സ്, പിന്നെ വേസ്റ്റ് വാട്ടറിനെ പറ്റിയിട്ട് പഠിക്കേണ്ടി വരും. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ വേസ്റ്റ് വാട്ടറിനെ പറ്റി പഠിക്കേണ്ടി വരും. ഇറിഗേഷൻ എന്ന് പറഞ്ഞൊരു പേപ്പർ കാണും. പിന്നെ സർവേയിങ് കാണും. സർവേയിങ് തന്നെ 1 ഉം 2 ഉം കാണും. ഓക്കെ, പിന്നെന്താ? RCC സ്ട്രക്ചറൽ ഡിസൈൻ കാണും. പിന്നെ ഹൈഡ്രോളിക്സ്, പിന്നെ ഹൈഡ്രോളജി, പിന്നെന്താ? കൺസ്ട്രക്ഷൻ ടെക്നോളജി, എസ്റ്റിമേഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പറ്റിയിട്ട് പഠിക്കണം. കോൺക്രീറ്റ് ടെക്നോളജിയെ പറ്റിയിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ സോയിൽ മെക്കാനിക്സ്, ഹൈവേ എഞ്ചിനീയറിങ്, പിന്നെന്താ? വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്. ഓക്കെ, പിന്നെ സ്ട്രക്ചറൽ ഡിസൈൻ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പം നമ്മുടെ സബ്ജക്റ്റിൽ ഇതിൻ്റെ 1-2 പേപ്പറുകളായിട്ട് നമുക്ക് വരും. ഓക്കെ, ഇനി നമ്മൾ KTU ആണെങ്കിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, 2 ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്, വേറൊന്ന് സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, അതിൻ്റെ കോഴ്സ് കോഡൊക്കെ ഉണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുകളെ പറ്റിയിട്ട് ഒരു ഓവർവ്യൂ പറയുന്നു. സർവേയിങ് ആണെങ്കിൽ നിങ്ങളിപ്പം ഒരു ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ജനറൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളും ബേസിക് സിവിൽ എഞ്ചിനീയറിംഗും മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ കോർ സബ്ജക്റ്റുകൾ പഠിക്കാൻ തുടങ്ങുന്നത് ഓക്കെ, അപ്പം നമ്മൾ കോർ സബ്ജക്റ്റുകൾ പഠിക്കാൻ തുടങ്ങുന്നത് സെക്കൻഡ് ഇയർ തൊട്ടാണ്, നിങ്ങളുടെ S3 തൊട്ടായിരിക്കും. ഓക്കെ, അപ്പം 3rd സെമസ്റ്റർ തൊട്ട് നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ 2 പേപ്പറായിട്ടായിരിക്കും ഈ സർവേയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. അതിൽ നമ്മൾ സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കും, മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കും. സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പം ചെയിൻ, കോമ്പസ് അങ്ങനെയൊക്കെ. മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും എന്തൊക്കെയാണ്? നമ്മുടെ GIS ഒക്കെ യൂസ് ചെയ്യുന്ന ടോട്ടൽ സ്റ്റേഷൻ പോലുള്ള മോഡേൺ ഇൻസ്ട്രുമെൻസിനെ പറ്റിയിട്ടും പഠിക്കും. പിന്നെ വേറൊന്നും പഠിക്കുന്നത് ഈ ചെയിൻ കോമ്പസ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ സർവേയിങ് മെത്തേഡുകളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഓരോരോ എങ്ങനെയൊക്കെയാണ് നമ്മൾ സർവേയിങ് ചെയ്യുന്നത് ആ മെത്തേഡുകളെ പറ്റിയിട്ട് നമ്മൾ ഈ പേപ്പറിൽ പഠിക്കും. അത്യാവശ്യം എളുപ്പമുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേപ്പറാണിത്. സർവേയിങ്ങിന് നിങ്ങൾക്ക് ലാബും ഉണ്ടാവും. ഓക്കെ, ലാബിലും നമ്മൾ എന്ത് ചെയ്യും? ഓരോരോ ടൈപ്പ് സർവേകൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത സബ്ജക്റ്റ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഓക്കെ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കാൻ വളരെ എളുപ്പമാണെങ്കിലും
എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പം ഒത്തിരി കുട്ടികൾക്ക് സപ്ലി അടിക്കുന്ന പേപ്പറാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. പഠിക്കാൻ നല്ല എളുപ്പമാണ്. നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ച എന്താ സ്ട്രെസ് സ്ട്രെയിന് അതിൻ്റെ ഒരു ഹയർ ലെവൽ, കുറച്ചുകൂടെ ഹയർ ലെവൽ എന്ന് പറയാം. ഓക്കെ, നല്ല എളുപ്പമുള്ള പേപ്പറാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ അതോട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിനും കോമൺ ആയിട്ട് വരുന്ന പേപ്പറാണ് ഇതിൽ നമ്മൾ സ്റ്റാറ്റിക്സ്, ഫോഴ്സുകളെ പറ്റിയിട്ടും അതിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന എഫക്റ്റുകളെ പറ്റിയിട്ടും കുറച്ച് ഡൈനാമിക്സും പിന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ഒക്കെയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്ട്രക്ചറൽ ഡിസൈൻ ആൻഡ് അനാലിസിസ് എന്നുള്ള പേപ്പറാണ്. നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾക്ക് അത്യാവശ്യം ടഫായിട്ട് തോന്നുന്ന 2 പേപ്പറുകളാണ്. ഒന്ന് സ്ട്രക്ചറൽ ഡിസൈനും അടുത്തത് സ്ട്രക്ചറൽ അനാലിസിസും. എന്തുകൊണ്ടാണെന്നാൽ സ്ട്രക്ചറൽ ഡിസൈനിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ ഡിസൈൻ ചെയ്യാം? നമ്മുടെ ബീമുകള്, കോളങ്ങള്, ഓക്കെ, ബീമുകള്, കോളങ്ങള്, പിന്നെന്താ സ്ലാബ്, അങ്ങനെ നമ്മൾ സാധാരണ കാണുന്ന എന്താണ് ബിൽഡിംഗ് കമ്പോണൻസിന്റെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡിസൈനേ ഉള്ളൂ. ഓക്കെ, ഡിസൈൻ ആയിരിക്കും സ്ട്രക്ചറൽ ഡിസൈനിൽ പഠിക്കുന്നത്. അതിൽ തന്നെ കോൺക്രീറ്റ് സ്ട്രക്ചറൽ ഡിസൈനും കാണും, സ്റ്റീൽ സ്ട്രക്ചറിന്റെ ഡിസൈനും കാണും. പിന്നുള്ളത് അനാലിസിസ് ആണ്, സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. ഓരോരോ മെത്തേഡുകൾ, സ്ട്രക്ചറൽ അനാലിസിസിൽ വരുന്ന ഓരോരോ മെത്തേഡുകൾ, ബീമിനെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫുൾ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ, അതൊക്കെ ആയിരിക്കും. അത്യാവശ്യം ടഫാണ് ഈ പേപ്പർ, ചിലവർക്ക് കുഴപ്പമില്ല. ഓക്കെ, എങ്കിലും ഇത് കുറച്ച് നിങ്ങൾ കെയർഫുൾ ആയിട്ട് പഠിക്കേണ്ട ഒരു പേപ്പറാണ് എന്ത് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വളരെ എളുപ്പമുള്ളൊരു പേപ്പർ, ബിൽഡിംഗ് മെറ്റീരിയൽസ്. നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ അല്ലേ? ബ്രിക്ക്, സിമെന്റ്, കോൺക്രീറ്റ്, സാൻഡ്, റീഇൻഫോഴ്സ്മെന്റ്, അങ്ങനെ നമുക്ക് എന്താ ഓരോരോ ബിൽഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആ, ഗ്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് പിന്നെ അത് വെച്ചിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് പേപ്പറോട് വരാം. ഓക്കെ, അതിന്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ബോണ്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോൺക്രീറ്റ്, സ്റ്റീല്, വുഡ് ഇതിനെ പറ്റിയിട്ടൊക്കെ ഇതിൽ പഠിക്കേണ്ടി വരും. വളരെ എളുപ്പമുള്ള പേപ്പറാണ് ഇത്, എങ്കിലും ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ട് അല്ലേ, അപ്പൊ അതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ഈ സബ്ജക്ട് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ഫൈനൽ സെമസ്റ്ററുകളിലായിരിക്കും ഈ സബ്ജക്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ പഠിക്കുന്നത് പ്ലാനിങ്, ഡിസൈനിങ് ഒക്കെ, റോഡിന്റെ, റെയിൽവേയുടെയും എയർപോർട്ടിന്റെ പഠിക്കുന്നത്. ഓക്കെ, അതിന്റെ കൂടെ ടണൽ അല്ലെങ്കിൽ ഹാർബർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തുവരും പഠിക്കാൻ കാണും. ഓക്കെ, അപ്പൊ റോഡും റെയിൽവേ ഒക്കെ അറിയാമല്ലോ. റോഡിൽ നിങ്ങൾക്ക് റോഡിന്റെ ജോമെട്രിക് ഡിസൈൻ, കർവുകള് അല്ലെങ്കിൽ സ്ട്രൈറ്റ് റോഡുകള്, റോഡിൽ വരുന്ന ഗ്രേഡിയന്റുകള്, ഓക്കെ, അപ്പം റോഡിന്റെ ജോമെട്രിക് ഡിസൈൻ കാണും. പിന്നെ അതുപോലെ തന്നെ ഹൈവേ മെറ്റീരിയൽസിനെ പറ്റിയിട്ട് പഠിക്കാൻ കാണും. പിന്നെ ട്രാഫിക് എഞ്ചിനീയറിംഗും ഇതിൽ പഠിക്കാൻ കാണും. ഓക്കെ, അതിനോടൊപ്പം എന്താ റെയിൽവേ, എയർപോർട്ട്, ടണലുകളെ പറ്റിയിട്ട്, ഓക്കെ, പിന്നെ ഹാർബർ, പോർട്ട്, അതിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാൻ കാണും. ഓക്കെ, ഇതും അത്യാവശ്യം എളുപ്പമുള്ള പേപ്പറാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ മിക്കവാറും S3, S4 സെമസ്റ്ററുകളായിരിക്കും ഈ ഒരു പേപ്പർ പഠിക്കുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമുക്ക് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആയിരിക്കും പഠിക്കുന്നത്. നമുക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഇത് കോമൺ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പേപ്പർ കുറച്ച് ടഫാണ്, ഒത്തിരി ടഫല്ല, ചെറിയ രീതിയിൽ ടഫാണ്. ഓക്കെ, അപ്പം എന്തായിരിക്കും, ഇതിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കണം. ഇതിൽ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ സ്റ്റാറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ, റോ ജി എച്ച് പ്രഷർ ഒക്കെ പഠിച്ചിട്ടില്ലേ, അതിന്റെ ഹയർ ആപ്ലിക്കേഷന് നമ്മൾ പഠിച്ച വെഞ്ചോറിമീറ്റർ, ഓറിഫേസ് മീറ്റർ, അങ്ങനെയുള്ള എന്താണ് മെഷറിംഗ് ഡിവൈസസിനെ പറ്റിയിട്ടും പിന്നെ ഹൈഡ്രോളിക് മെഷീൻസ് ആയിട്ടുള്ള ടർബൈനുകൾ, പമ്പുകൾ, ഓക്കെ, അങ്ങനെ കുറച്ച് ലോസ് അങ്ങനെയൊക്കെയുള്ളതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്തതാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഈ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അത്യാവശ്യം എളുപ്പമുള്ളൊരു പേപ്പറാണ്. ഇതിൽ നമ്മൾ രണ്ടായിട്ടാണ് ഇതിൽ മെയിൻലി പഠിക്കുന്നത്. ഒന്നാമത്തത് വാട്ടർ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടും അടുത്തത് വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ടും. ഓക്കെ, വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കും ഒരു പോപ്പുലേഷന് എത്ര വെള്ളം വേണം, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വാട്ടർ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് പഠിക്കും. ഓക്കെ, ഓരോരോ കമ്പോണൻസ് ഉണ്ട് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിന്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഇൻലെറ്റ് തൊട്ടിട്ട് നമ്മൾ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സോഴ്സിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം വരെ വരുന്ന ഓരോരോ കമ്പോണൻസിന്റെ ഡിസൈൻ ഇതിൽ പഠിക്കും. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റും, നമ്മൾ വേസ്റ്റ് ജനറേറ്റ് ചെയ്തു അതെന്ത് ചെയ്തു, അത് ട്രീറ്റ് ചെയ്ത് സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്ന വരെയുള്ള എല്ലാ സിസ്റ്റത്തിനെ പറ്റിയിട്ടും വേസ്റ്റ് മാനേജ്മെന്റിൽ പഠിക്കും.
ഇതുപോലെ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ വരുന്ന 2-3 വേറെ അഡീഷണൽ ആണ്. പൊല്യൂഷനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. അഡീഷണൽ ടോപ്പിക്സ് പൊല്യൂഷനെ പറ്റിയിട്ട് പഠിക്കും. എയർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിനുള്ള റെമഡീസ്, ഇതൊക്കെ കാര്യങ്ങളായിരിക്കും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിക്കുക. അത്യാവശ്യം എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അടുത്താണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ളത്. ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പേപ്പറാണ് ഉള്ളത്. അതിൽ അറൗണ്ട് 5 മോഡ്യൂളുകൾ കാണും. 2019 സ്കീമിലൊക്കെ ആകുമ്പോൾ 5 മോഡ്യൂളുകൾ കാണും. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? കോസ്റ്റ് എസ്റ്റിമേഷനും മെറ്റീരിയൽ ക്വാണ്ടിഫിക്കേഷനുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പണിയുമ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു സെപ്റ്റിക് ടാങ്ക് പണിയുമ്പോൾ, അല്ലെങ്കിൽ റൂം പണിയുമ്പോൾ നമുക്ക് എത്ര മെറ്റീരിയൽസ് വേണം, എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വേണം, എത്ര സ്റ്റീൽ വേണം, അല്ലെങ്കിൽ എത്ര ബ്രിക്ക് വേണം, എത്ര സിമെന്റ് വേണം, എത്ര സാൻഡ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിക്കുക? ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ പഠിക്കുക. ഓക്കെ, ഓഫീസ് ജോബായിട്ട് പ്രിഫർ ചെയ്യുന്നവർ, സൈറ്റിലല്ലാതെ ഓഫീസ് ജോബ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഈ ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറയുന്നത് ഒരു നല്ല പോസ്റ്റ് ആയിരിക്കും, ഗേൾസിനൊക്കെ പ്രിഫറബിളി. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് നിങ്ങൾക്ക് നല്ല വലിയ കമ്പനികളിലൊക്കെ ജോലി ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം പുതിയ സോഫ്റ്റ്വെയറുകളൊക്കെ വരുന്നുണ്ട് ക്വാണ്ടിറ്റി സർവേയിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത് ഓഫീസ് ജോബ്, സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ട് ഓഫീസ് ജോബ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്തത് ഓട്ടോ ക്യാഡ്. ഓക്കെ, അപ്പോൾ ഓട്ടോ ക്യാഡ് എന്ന് പറയുമ്പോൾ എന്താ? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിൽ നമ്മൾ പ്ലാൻ വരച്ചെടുക്കുന്ന പോലെ വരച്ചെടുക്കുക. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കുമ്പം മെയിൻലി എന്താണ് 2D ആണ് ഉള്ളത്. ഓട്ടോ ക്യാഡിൽ 3D നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെന്താ, അത് ഡ്രാഫ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി റെൻഡറിങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. റെൻഡറിങ് എന്ന് പറയുമ്പോൾ അതിനെ 3D ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അതിന് പറ്റിയ വേറെ വേറെ എന്താണ് റെവിറ്റ്, 3ds മാക്സ്, അങ്ങനെ വേറെ വേറെ സോഫ്റ്റ്വെയറുകളുണ്ട്. പിന്നെ ഈ ഓട്ടോ ക്യാഡ് കൂടാതെ സ്റ്റാറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ, സ്ട്രക്ചറൽ അനാലിസിസ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് മിക്കവാറും നിങ്ങളുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, വേറൊന്ന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. നമ്മളിപ്പോൾ ഓട്ടോ ക്യാഡ് കണ്ടില്ലേ, അതുപോലെ നമ്മൾ മാനുവലായിട്ട് വരച്ചെടുക്കുക. ഓക്കെ, ഒരു ഡ്രോയിങ് ഷീറ്റിൽ മാനുവലായിട്ട് വരച്ചെടുക്കുക. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. വരയ്ക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് നല്ല എന്താണ് നിങ്ങളുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ഒരു ബിൽഡിങ്ങിന്റെ ഒരു റിക്വയർമെന്റ് നമുക്ക് തരും. അതിനനുസരിച്ച് ഒരു ബിൽഡിംഗ് പ്ലാൻ സെറ്റ് ചെയ്യുക, അതിന്റെ സെക്ഷനും എലവേഷനും വരയ്ക്കുക, അതിനകത്ത് സ്റ്റെയർ ഉണ്ടെങ്കിൽ അത് വരയ്ക്കുക, അല്ലാതെ ട്രസ്സുകൾ വരയ്ക്കുക, ഡോറ്, വിൻഡോ, ഇതൊക്കെയാണ് എന്ത് വരുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ വരുന്ന ഏറ്റവും എളുപ്പമുള്ള പേപ്പറാണ്. കുറച്ച് പഠിക്കാനുള്ളൂ ഇതിൽ, ബാക്കിയൊക്കെ നമ്മളുടെ ഒരു എന്തായിരിക്കും കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഇതിൽ വരിക. ഓക്കെ, ഇനി അടുത്തത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടും പിന്നെ ഇറിഗേഷൻ വരും ഇതിൽ. ഓക്കെ, അപ്പം ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ, ഇറിഗേഷൻ, ഇത് രണ്ടുമാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ നമുക്ക് വരിക. ഓക്കെ, ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇറിഗേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിനെ പറ്റിയിട്ട് ഓരോ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ, അതൊക്കെ ആയിരിക്കും ഇറിഗേഷനിൽ വരിക. ഓക്കെ, ഇനി ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചറുകളിൽ നമുക്ക് ഈ ഇറിഗേഷനുള്ള വാട്ടർ അല്ലെങ്കിൽ പവർ ജനറേഷനുള്ള വാട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഓരോരോ സ്ട്രക്ചറുകൾ വരും അല്ലേ. ഡാം പോലുള്ള സ്ട്രക്ചറുകൾ, വിയറേഴ്സ്, ബാരേജ്, അങ്ങനെ ഓരോരോ സ്ട്രക്ചറുകളുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചറുകളെ പറ്റിയിട്ടാണ് ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ പഠിക്കുക. ഓക്കെ, അപ്പം കുറച്ച് ടഫാണ് ഡിസൈൻ പാർട്ട് മാത്രം, ഒരു മോഡ്യൂളിലാണ് ഡിസൈൻ വരുന്നത്, ബാക്കിയെല്ലാം തിയറിയാണ്, അത് എളുപ്പമാണ്. ഓക്കെ, അപ്പം അടുത്താണ് അത് അങ്ങനെ ഒരു സബ്ജക്റ്റാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അടുത്തത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. ഇത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പേപ്പറായിരുന്നു കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. കുറച്ച് നാളുകളായിട്ട് ഒരു 10 വർഷമൊക്കെ ആയിട്ട് ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്താണ്? മോർ ഓർ ലെസ് ഒരു മാനേജ്മെന്റ് ടോപ്പിക്കാണ്, സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു മാനേജ്മെന്റ് ടോപ്പിക്കാണ്. അപ്പം ഒരു മാനേജ്മെന്റ് ഏരിയയിലേക്കൊക്കെ പോകണം താല്പര്യമുള്ളവർക്ക് നിക്മാർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസും ചെയ്യാം, അത്യാവശ്യം ഹൈ പേയ്മെന്റ് സാലറി കിട്ടുന്ന ഒരു ജോബാണ് ഈ കൺസ്ട്രക്ഷൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ എന്താ ചെയ്യുന്നേ? പ്ലാൻ ചെയ്യുക, ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. ഓക്കെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പ്ലാനിങ്, എക്സിക്യൂഷനും കൺട്രോളും ഒക്കെ നടത്തുന്നത്? ഒരു ഓൺ ടൈമിൽ ഇത്ര ബഡ്ജറ്റിൽ എന്താ നമ്മുടെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം നമ്മൾ വർക്കിനെ പ്ലാൻ ചെയ്യേണ്ടി വരും. ഇന്ന വർക്ക് ആദ്യം ചെയ്യണം, ചില വർക്കുകൾ പാരലായിട്ട് തുടങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ വരിക. അതിൽ കുറച്ച് തിയറിയും ചെറിയ ചെറിയ പ്രോബ്ലങ്ങളും ഒക്കെ ഉണ്ട്, അത്യാവശ്യം പഠിക്കാൻ എളുപ്പമാണ്. ഇനി അടുത്തത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. സിവിലിന്റെ മെയിൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. എന്താ? നമ്മൾ എല്ലാ സ്ട്രക്ചറുകളും മണ്ണിലല്ലേ ചെയ്യുന്നത്.
അപ്പം ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ സോയിലിനെ പറ്റിയിട്ടും റോക്കിനെ പറ്റിയിട്ടും ഓരോ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസിനെ പറ്റിയിട്ടും സോയിലിന്റെ പ്രോപ്പർട്ടിയെ പറ്റിയിട്ടും ഓക്കെ അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ ചെറിയ ഫൗണ്ടേഷനൊക്കെ ഡിസൈൻ ചെയ്യും, അതിന്റെ ഡെപ്ത് ഡിറ്റർമിൻ ചെയ്യും, പിന്നെ സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസ് ചെയ്യും. നമ്മൾ ചില എംബാക്ക്മെന്റ് കട്ടിങ് ഫില്ലിംഗ് ഒക്കെ കൊടുക്കത്തില്ലേ, അപ്പൊ ഇതിന്റെ സ്ലോപ്പുകൾ ഉണ്ടല്ലോ, അതിന്റെ സ്റ്റെബിലിറ്റി അനാലിസിസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് തിയറി ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഒരു മീഡിയം പേപ്പറാണ്, ഒത്തിരി ടഫ് അല്ല ഒത്തിരി ഈസി അല്ലാത്തൊരു പേപ്പറാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. നിങ്ങൾ PSC പ്രിപ്പറേഷൻ ആണെങ്കിലും ഒരു ഗേറ്റ് പ്രിപ്പറേഷൻ ആണെങ്കിലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള പേപ്പറിനായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മിക്കവാറും ഒരു S5 ഒക്കെ ആവുമ്പോഴായിരിക്കും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് കരിയർ പാത്ത്സ്. നിങ്ങളിപ്പം പഠിച്ച് ഇത്രയും ഏരിയാസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ഇനി ഒരു കരിയർ പാത്തായിട്ട് നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരു കരിയർ പാത്തായിട്ട് വരുമ്പോൾ എന്തൊക്കെ വരും? നിങ്ങൾക്ക് ഒരു ഡിസൈൻ സെക്ഷനിൽ, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സെക്ഷനിൽ ഒരു സൈറ്റ് എഞ്ചിനീയർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സെക്ഷനിൽ ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഒരു മാനേജറായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് പഠിച്ച് എന്ത് ചെയ്യാം, ഗേറ്റ് ഒക്കെ എഴുതി MTech ചെയ്ത് PhD ചെയ്ത് റിസർച്ച് ഏരിയയിലോട്ട് പോകാം, പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് കേരള PSCയിൽ സിവിൽ എഞ്ചിനീയറിംഗ് ജോബുകളുടെ സാധ്യതകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഒരു സിവിൽ എഞ്ചിനീയർക്കായിരിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോബ്സ് തന്നെ കുറേ ഉണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ, LSTD, PWD, ഹാർബർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പിന്നെ ഇറിഗേഷൻ, ഹൈഡ്രോളജി, പിന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്, പിന്നെ വേറെ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ഒക്കെ വേറെ വരുന്നുണ്ട്. പിന്നെ ഈ ഇലക്ട്രിസിറ്റി, അതായത് KSEBയിൽ തന്നെ സബ് എഞ്ചിനീയറിനുണ്ട് വേറൊരു പോസ്റ്റ് ഉണ്ട്, അത് നമുക്ക് എഴുതാം, ഡിപ്ലോമക്കാർക്കും എഴുതാം. ഓക്കെ, പിന്നെ സോയിൽ കൺസർവേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷനുകളുണ്ട്. പിന്നെ ഇതുപോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഗ്രേഡ് 1 ഓവർസിയർ, ഗ്രേഡ് 2 ഓവർസിയർ, ഗ്രേഡ് 3 ഓവർസിയർ എന്ന് പറഞ്ഞാൽ 3 പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ സർവേയർ, പിന്നെ അങ്ങനെ കുറേ പോസ്റ്റുകൾ, ഒത്തിരി പോസ്റ്റുകളുണ്ട്. അതായത് നമുക്ക് എഴുതാൻ സാധിക്കും. ചിലത് നമുക്കും ഡിപ്ലോമക്കാർക്ക് ITIക്കാർക്കും അങ്ങനെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചില എക്സാമുകളുണ്ട്. അതിൽ തന്നെ ചില കാര്യങ്ങളിൽ കോടതി വിധി, ചില ഗ്രേഡുകൾ ഇവരെ എഴുതാവുള്ളൂ, അങ്ങനെയുള്ള ചില കാര്യങ്ങളും ചില കോംപ്ലിക്കേഷനുകളൊക്കെ അതിൽ നടക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടല്ല, നിങ്ങൾക്ക് പഠിപ്പിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ലെക്ചറർ ഇൻ പോളിടെക്നിക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെന്താ, ജൂനിയർ ഇൻസ്ട്രക്ടർ. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ തന്നെ ഓരോരോ ടൈപ്പ് ഉണ്ട്, പ്ലംബിങ് അല്ലെങ്കിൽ സർവേയർ, അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വരും. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിങ്ങളിപ്പം ഇപ്പൊ എഴുതി ലാസ്റ്റ് കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് BTech ആൻഡ് MTech ആയിരുന്നു. ഇനിയിപ്പോൾ PhD വരുമോ എന്ന് അറിയത്തില്ല. PhD ഉള്ളവർക്ക് വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ ആ മേഖലയിലേക്കും തിരിയാം. ഇനി അടുത്തത് സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിൽ എന്തൊക്കെയാണ്? RRB, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, അറൌണ്ട് എവറി 4 years കൂടുമ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാം നടത്താറുണ്ട്. 2 ടയർ എക്സാം ആണ്. അടുത്തത് IES, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. അത് എല്ലാ വർഷവും നടക്കുന്ന എക്സാം ആണ്. സിവിൽ സർവീസ് എക്സാം പോലെ UPSC നടത്തുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാം ആണ്. അത്യാവശ്യം നല്ല ടഫാണ്. ഓക്കെ, അടുത്തത് CPWD, സെൻട്രൽ PWD, പിന്നെ ISROയുടെ സയന്റിസ്റ്റ് സിവിൽ എന്ന് പറഞ്ഞൊരു ഒരു പോസ്റ്റ് വരും. പിന്നെ FCIയുടെ വരും. ഓക്കെ, FACT, SSC, JE എല്ലാ വർഷവും എക്സാം നടത്തുന്നുണ്ട്. പിന്നെ DRDO, SAIL, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അങ്ങനെ ഒത്തിരി വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരു ഗ്യാപ്പിൽ ഇട്ടിട്ടൊക്കെ എക്സാം നടത്താറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പബ്ലിക് സെക്ടർ കമ്പനീസ്. ഓക്കെ, പബ്ലിക് സെക്ടർ കമ്പനീസിൽ നമുക്ക് BTech കഴിഞ്ഞിട്ട് നല്ല ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവിടെ നമുക്ക് എഞ്ചിനീയറിംഗ് ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം നന്നായിട്ട് ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുക, അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ NTPC, BHEL, ONGC, HAL, GAIL, SAIL, IOCL, BSNL, ISRO, ഇങ്ങനെ ഒത്തിരി പബ്ലിക് സെക്ടർ കമ്പനീസും സിവിലുകാരെ ഗേറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അത് എല്ലാ വർഷവും വരുന്നുണ്ട്. ഗേറ്റ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം പഠിക്കുന്നതിൻ്റെ കൂടെ. അടുത്തത് പ്രൈവറ്റ് സെക്ടർ കമ്പനീസ്, L&T ഉണ്ട്, HCC, GMR, ടാറ്റ പ്രോജക്ട്സ്, DLF, SR, ഇങ്ങനെ ഒത്തിരി പ്രൈവറ്റ് സെക്ടർ ഓപ്ഷൻസും അത്യാവശ്യം നമുക്ക്
നല്ല പാക്കേജ്, സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടർ കമ്പനീസും ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് സിവിൽ എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ട് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ